ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെസ്റ്റേൺ മോഡൽ ടോപ്പ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്താണ്. ഇതാണ് ആ മോഡൽ. സ്ലീവിൽ ഇലാസ്റ്റിക് ഉണ്ട്, താഴെ ഞൊറിവുണ്ട്, പിന്നെ കോളറാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ക്ലോത്താണ്. റയോൺ റിങ്കിളിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് 58 ഇഞ്ച് വീതിയുടെ ക്ലോത്താണ്, അതുകൊണ്ട് നമുക്ക് 2.5 മീറ്റർ ക്ലോത്ത് മതി. അതിനായിട്ട് മെറ്റീരിയൽ 2ആയിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. അപ്പം ഒരു ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കോളർ ആയതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഫ്രണ്ട് പാർട്ടിന്. അത് ഇതുപോലെ മടക്കിയതിന് ശേഷം ബാക്ക് പാർട്ട് മുകളിലും ഇതുപോലെ മടക്കിയിടുക. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കിനി അളവെടുക്കാം. ഇതുപോലെ മുകളിൽ കിടക്കുന്ന മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ അളവെടുത്ത് തുടങ്ങുന്നത്. ഷോൾഡർ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കോളർ നെക്ക് ആയതുകൊണ്ട് ഷോൾഡർ ഇച്ചിരി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കൈക്കുഴി നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. കൈക്കുഴി അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കിവിടെ ബ്രസ്റ്റ് അളവ് എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അടയാളപ്പെടുത്തേണ്ടത്, നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുക്കത്തില്ല. അതിനായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം ഇനി നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 7 ഇഞ്ച് ഞാനിവിടെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു. ഇവിടെ എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ മാത്രം ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. വളച്ച് നമുക്കിതുപോലെ വരച്ച് എടുക്കണം. അതിനുശേഷം നമുക്കിത് മാത്രമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വരച്ച് ഇതുപോലെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പാർട്ടിൽ നമ്മളിതുപോലെ സെൻറ്ററിൽ ഒരു കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ വിട്ട് വരുന്നത് 20ആണ്. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം വിട്ട് കിട്ടേണ്ടത് 20ആണ്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 20 ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അതിവിടെ 20 ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ലെങ്ത് എനിക്കിവിടെ എത്രയാണോ വേണ്ടത് അത് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു. എനിക്കിവിടെ 36 വേണ്ടത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. 2 സൈഡിലും ഇതുപോലെ 36 അടയാളപ്പെടുത്തി കൊടുത്ത് ഇതുപോലെ വരച്ച് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുക്കട്ടെ. അത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി കൈക്കുഴി നമുക്ക് വെട്ടാനുണ്ട്. കൈക്കുഴി ഫുള്ള് നമ്മൾ യോക്ക് പാർട്ടിൽ വെട്ടിയിട്ടില്ലായിരുന്നു. അത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ബ്രസ്റ്റ് അളവ് എത്രയാണോ അതിവിടെ നമ്മൾ അളന്ന് നോക്കുക. അളന്ന് നോക്കിയിട്ട് അവിടെയാണ് നമ്മൾ മുകൾ പാർട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. ബ്രസ്റ്റ് അളവ് എത്രയാണോ വരുന്നത് അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ കൈക്കുഴി അളന്ന് കൊടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് ഇച്ചിരി തയ്യൽത്തുമ്പ് വരാൻ പാകത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം അവിടെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ വളച്ച് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അത് മാത്രമാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് അവിടെ കട്ട് ചെയ്തെടുക്കും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്. അത് ഞാനിവിടെ ലെവൽ ചെയ്ത് ഒന്ന് വളച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ബാലൻസ് വന്ന മെറ്റീരിയലിൽ നിന്ന് ഇനി ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്ലീവിനുള്ള മെറ്റീരിയൽ ഞാൻ ഈ മെറ്റീരിയലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ ആദ്യം നമുക്കതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വിഡ്ത്ത് എത്രയാണോ അതും അടയാളപ്പെടുത്തി കൊടുക്കാം. വിഡ്ത്ത് അടയാളപ്പെടുത്തി അവിടുന്ന് 3.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി അത് വളച്ച് വരച്ച് താഴേക്ക് നമുക്ക് ഈ സ്ലീവ് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗവും എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ മറക്കരുതും. അതും അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഭാഗം നമുക്ക് ഇതുപോലെ കൊത്തിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് താഴെ വെക്കേണ്ട ഞൊറിവിനുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ എത്രയാണോ വേണ്ടത് അത് 4 ഇഞ്ചാണ് എനിക്കിവിടെ ഞൊറിവിട്ടെടുക്കാൻ വേണ്ടത്. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അത് അടയാളപ്പെടുത്തി അത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വന്ന ഈ തുണിക്ക് നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് 4 കഷ്ണം മുറിച്ചെടുക്കണം. ഫ്രണ്ടിൽ 2 ഞൊറുണ്ട്, ബാക്കിലും 2 ഞൊറുണ്ട്. അതിന് വേണ്ടിയിട്ട് 4 എണ്ണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് 4 എണ്ണം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ 2 ഞൊറുവിൻ്റെ ഇടക്കായിട്ട് ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത് വയ്ക്കാനുണ്ട്. അത് നമുക്കിവിടെ കട്ട് ചെയ്യാം. ഇതുപോലെ 4ആയിട്ട് മടക്കിയതിന് ശേഷം 20 ഇഞ്ച് കിട്ടാൻ പാകത്തിന് നമ്മളിതുപോലെ അത് കട്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രില്ലിട്ടെടുക്കാനുള്ള മെറ്റീരിയൽ ഫുള്ളും നമുക്കിത് താഴ്ഭാഗം ഒന്ന് സിക്സാക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതുപോലെ ഞാനിത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് യോക്ക് പാർട്ട് വെച്ചിട്ട് വെച്ചതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ 2 എണ്ണം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ പടിയാണ്. പടി ഇതുപോലെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 മെറ്റീരിയലും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് 3 ഇഞ്ച് വിട്ടും 3 ഇഞ്ച് അകലത്തിലുമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കോളർ നെക്കായതുകൊണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു പടിയുടെ മുകളിൽ ഒരു പടി വെച്ചതിന് ശേഷം അവിടെ മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വയ്ക്കേണ്ട ആ മെറ്റീരിയൽ എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ വെച്ച് അതിൻ്റെ മുകളിൽ യോക്ക് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് ഞൊറിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ഞൊറും ഇതുപോലെ അകത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്കിനി ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്ക് 2 സ്ലീവും മടക്കി സ്റ്റിച്ച് ചെയ്യാം.
അതിനുശേഷം ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വരാൻ പാകത്തിന് ഇതുപോലെ അലാസ്റ്റിക് വെച്ച് നമുക്ക് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ തമ്മിലാണ് കൂട്ടിയടിക്കേണ്ടത്. ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ടും വെച്ച് നമുക്ക് 2 ഷോൾഡറും അടിച്ചെടുക്കാം. ഷോൾഡർ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ ഷോൾഡറിൽ വെച്ച് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ സ്ലീവ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോളറാണ് കട്ട് ചെയ്യാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച അതേപോലെ തന്നെ ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ അളന്നെടുക്കാം. അളന്നെടുത്തതിന് ശേഷമാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കോളറിനുള്ള മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം നമുക്ക് കഴുത്ത് എത്രയാണോ കിട്ടിയത് അതിവിടെ നമുക്ക് അടയാളപ്പെടുത്താം. കഴുത്തിൻ്റെ അകലം എനിക്ക് കിട്ടിയേക്കുന്ന 9.5 ഞാനിവിടെ മെറ്റീരിയൽ 11 എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നമുക്ക് ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം. അതുകൊണ്ട് കഴുത്തിൻ്റെ അകലം എത്രയാണോ അതിപ്പോൾ ആദ്യം നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ അവിടുന്ന് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം മുകളിൽ ഇതുപോലെ പകുതി അതിൻ്റെ പകുതി ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഇതുപോലെ ചരിച്ച് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കാം. അവിടുന്ന് താഴേക്കും ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കോളർ കട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച അതേപോലെ തന്നെയാണ്. പക്ഷേ സ്റ്റിച്ചിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇതിനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ കോളറിൽ പിടിപ്പിക്കുന്ന കഴുത്തിലേക്ക് പിടിപ്പിക്കുന്ന ഭാഗം ഇതുപോലെ 2 കോളറും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം പുറവും ഒരുമിച്ച് വരാൻ പാകത്തിന് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് ഒരുപോലെ വെച്ച് ഇവിടുന്ന് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് ആ കൂർത്ത് വയ്ക്കുന്ന ഭാഗത്ത് കൊണ്ടൊന്ന് നിർത്തിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ നിർത്തുക. അതിനുശേഷം വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 സൈഡിലും നമുക്ക് ഒരേ കൊത്തിട്ട് കൊടുക്കാനുണ്ട്. ഇതുപോലെ ഒരേ കൊത്തിട്ട് കൊടുക്കുക. ഫുള്ള് കൊത്തിട്ട് കൊടുത്താലും നല്ലതാണ്. ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ കൊടുക്കാണ്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്കൂട്ടർ ഉപയോഗിച്ച് രണ്ടിനെയും മറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.
അതിനുശേഷം നെക്ക് എടുത്ത് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്ററിൽ ഒരു കുത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ കോളർ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കോളറിൻ്റെ ഉള്ളിൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വെച്ച് കൊടുത്ത് കോളറിൻ്റെ രണ്ട് സൈഡും ഉള്ളിലും പുറത്തും വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് ഉള്ളിൽ വരാൻ പാകത്തിന് വെച്ച് ഇതുപോലെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ച് വീണ്ടും മറ്റേ അറ്റം വരെ നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോളറിൻ്റെ ചുറ്റിനും നമുക്ക് ഒരു പ്രസരകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോളറിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. കോളറിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ലിടാനാണുള്ളത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ മെറ്റീരിയൽ എടുക്കുക. ഫ്രില്ലിടാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് മെറ്റീരിയൽ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് മെയിൻ പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കോളറൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗമാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇതുപോലെ വെച്ച് ഫുള്ള് ഫ്രില്ലിട്ടെടുക്കാം. ബാക്കും ഫ്രണ്ടും നമുക്കിതുപോലെ ഫ്രില്ലിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ 25 അകലത്തിൽ വീതിക്ക് നമ്മളൊരു മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഫ്രില്ലിട്ടതും ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രില്ലുള്ളിൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ നമ്മൾ ഫ്രില്ലിട്ടല്ല, ഇതുപോലെ പ്ലെയിനായിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിനി അതിൻ്റെ താഴ്ഭാഗത്തും ഒരു ഫ്രില്ലുണ്ട്. അതിനുശേഷം വേണ്ടിയിട്ട് ആ ഫ്രില്ല് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിൻ്റെ താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് നമുക്ക് അതിനും ഫ്രില്ലിട്ടെടുക്കാം. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആദ്യം മെയിൻ മെറ്റീരിയലിൽ നമ്മളൊന്ന് ഫ്രില്ലിട്ടെടുത്തു. അതിന് താഴ്ഭാഗത്ത് വീണ്ടും ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം അതിൽ തന്നെ വീണ്ടും നമ്മളൊന്നുകൂടെ ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ വരും. ഇതാണ് സ്റ്റിച്ചിങ്. ഇനി നമുക്ക് സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ടോപ്പിൻ്റെ രണ്ട് സൈഡും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.